ഇന്ത്യയിൽ ഫാസിസം സ്വയം നവീകരിക്കുകയാണ്. അത് ഹിന്ദു ദേശീയതയിലൂടെ കടന്നുപോയി. ഹിന്ദുത്വ ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു. അമിത് സിംഗ് എഴുതുന്നു. പോപ്പുലിസ്റ്റ്, നാറ്റിവിസ്റ്റ്, ദേശീയവാദം എന്നിങ്ങനെ നിരന്തരം രൂപപ്പെടുത്തപ്പെട്ട ഹിന്ദുത്വ ഫാസിസം ഇതുവരെ പണ്ഡിതന്മാരുടെയും പ്രവർത്തകരുടെയും ഗുരുതരമായ പരിശോധനയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ ലൂക്ക മാനുച്ചി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വാദിച്ചതുപോലെ, അത്തരമൊരു പ്രതിഭാസത്തെ തെറ്റായി ലേബൽ ചെയ്യുന്നത് ഫാസിസത്തിനും ജനാധിപത്യ വിരുദ്ധ ഭരണകൂടങ്ങൾക്കും എതിരായ പോരാട്ടത്തെ അപകടത്തിലാക്കും. കൃത്യമായി ലേബൽ ചെയ്യാതെ ഫാസിസത്തിനെതിരെ ഫലപ്രദമായ പ്രതിവിധി ഞങ്ങൾ ഒരിക്കലും വികസിപ്പിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി, ബി.ജെ.പി. പോലുള്ള തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളുടെ കീഴിലാണ് ഫാസിസം ഇന്ത്യയിൽ പ്രകടമാകുന്നത്. വ്യാപകമായ പൊതു ആശയക്കുഴപ്പവും ഹിന്ദുത്വയുടെ ഫാസിസ്റ്റ് വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളുടെ നിശബ്ദതയ്ക്കൊപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ക്രമാനുഗതമായ മരണത്തെ സഹായിക്കുന്നു. എന്താണ് ഹിന്ദുത്വം? ഹിന്ദുത്വ ദേശീയതയുടെ ഒരു വംശീയ രൂപമാണ്. 1925 മുതൽ വലതുപക്ഷ ഹിന്ദു ദേശീയ അർദ്ധസൈനിക സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് (RSS) അതിന്റെ ഏറ്റവും ശക്തമായ വക്താവാണ്. RSS സമൂലമായി തീവ്ര വലതുപക്ഷവും ശ്രേണിപരവും സ്വേച്ഛാധിപത്യപരവും ഹിന്ദു മേൽക്കോയ്മയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായതുമാണ്. ഹിന്ദു ദേശീയത, ഹിന്ദി ഭാഷ, ഹിന്ദു മതം, ഹിന്ദു പുരാണങ്ങൾ, രാഷ്ട്രത്തോടുള്ള ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വസ്തത എന്നിവയിലൂടെ ഏകരൂപം തേടുന്നു. വ്യത്യസ്ത തലങ്ങളിൽ വിയോജിപ്പുള്ള വീക്ഷണങ്ങളെ അടിച്ചമർത്താനും മതപരമായ ബഹുസ്വരതയെയും മതനിരപേക്ഷതയെയും രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ നിന്ന് പുറത്താക്കാനും അത് ശ്രമിക്കുന്നു. RSSന്റെ സജീവ പ്രവർത്തകനായ നിലവിലെ വലതുപക്ഷ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഗോത്രാനന്തര കലാപത്തിൽ പങ്കാളിയായതിന് കുപ്രസിദ്ധനാണ്. 2002-ൽ 59 ഹിന്ദുക്കളെ കൊലപ്പെടുത്തിയ തീവണ്ടിക്ക് തീവെച്ചത് വർഗീയ കലാപം എന്നതിലുപരി ഇസ്ലാമിക ഭീകരതയാണെന്നാണ് മോദി അവകാശപ്പെട്ടത്. മോദിയുടെ കീഴിൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള RSSന്റെ ഹിന്ദുത്വ ദൗത്യം നിറവേറ്റുകയാണ്. ഒരു കാലത്ത് മതേതര രാഷ്ട്രമായിരുന്ന ഇന്ത്യ ഒരു തിരഞ്ഞെടുപ്പ് സ്വേച്ഛാധിപത്യമായി മാറിയിരിക്കുന്നു. ഹിന്ദുത്വ അതിന്റെ അനൗദ്യോഗിക പ്രത്യയശാസ്ത്രമാണ്. ഹിന്ദുത്വയുടെ ഫാസിസ്റ്റ് വേരുകൾ ഹിന്ദുത്വയുടെ ആദ്യകാല വക്താക്കളിൽ ഒരാളായ വീർ സവർക്കർ ഉറപ്പിച്ചു പറഞ്ഞു. മുസ്ലിം പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ ജർമ്മൻ മാതൃക പിന്തുടരണം. ജർമ്മനിക്ക് നാസിസത്തെയും ഇറ്റലിക്ക് ഫാസിസത്തെയും ആശ്രയിക്കാൻ എല്ലാ അവകാശവുമുണ്ട്. സംഭവങ്ങൾ ആയുസങ്ങളെ ന്യായീകരിച്ചു. വീർ സവർക്കർ 1938 ഹിന്ദുത്വ സൈദ്ധാന്തികൻ മാധവ് സദാശിവറാവു ഗോൾവാൾക്കർ വംശത്തിന്റെയും സംസ്കാരത്തിന്റെയും വിശുദ്ധി നിലനിർത്താൻ ജൂതന്മാരെ ഉന്മൂലനം ചെയ്ത ഹിറ്റ്ലറുടെ ജർമ്മനിയെ അഭിനന്ദിച്ചു. ഹിന്ദുസ്ഥാനിലെ വിദേശ വംശങ്ങൾ ഹിന്ദുവംശത്തിൽ ലയിക്കുന്നതിന് അവരുടെ വേറിട്ട അസ്തിത്വം നഷ്ടപ്പെടണം എന്ന് അദ്ദേഹം ശക്തമായി വിശ്വസിച്ചു. അവർ പ്രത്യേകാവകാശങ്ങളൊന്നും അർഹിക്കുന്നില്ല, പൗരാവകാശങ്ങൾ പോലും അർഹിക്കുന്നില്ല. RSSുമായി അടുപ്പമുള്ള രാഷ്ട്രീയക്കാരനായ B.S. മൂഞ്ചെ 1931 മാർച്ച് 19 മുസ്സോളിനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹിന്ദു യുവാക്കളെ സൈനികവൽക്കരിച്ച് ഇറ്റാലിയൻ ഫാസിസ്റ്റ് രീതിയിൽ RSSനെ വാർത്തെടുക്കുന്നതിൽ മൂഞ്ചെ നിർണായക പങ്ക് വഹിച്ചു. ഹിന്ദുത്വ സൈദ്ധാന്തികർ ഒരു ഏകീകൃത സ്വത്വത്തെ ദേശീയതയുടെ അനിവാര്യമായ അടിത്തറയായി കണക്കാക്കുന്നു. അങ്ങനെ ദേശീയത അന്തർലീനമായി ബഹുസ്വര വിരുദ്ധമാണ്. ഫാസിസ്റ്റ് ആശയങ്ങളോടുള്ള ഹിന്ദുത്വത്തിന്റെ സാമീപ്യം 1930കളിൽ നാസികളും ഇറ്റാലിയൻ ഫാസിസ്റ്റുകളും ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തിയതിന് സമാനമായാണ് RSS ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് രൂപം നൽകിയത്. രാഷ്ട്രത്തെയും പൗരത്വത്തെയും കുറിച്ചുള്ള ലിബറൽ ജനാധിപത്യ സങ്കല്പത്തെ ഹിന്ദുത്വ നിരാകരിക്കുന്നു. അത് ജനാധിപത്യ വിരുദ്ധമാണ്, അന്തർലീനമായ ഇസ്ലാമോഫോബിക് ആണ്. ഹിന്ദുത്വ ഫാസിസ്റ്റ് നയങ്ങളിൽ ആധിപത്യം പുലർത്തുന്നത് പാരമ്പര്യത്തിന്റെയും പുരുഷ ശോവനിസത്തിന്റെയും ആരാധനയാണ്. മോദിയുടെ കീഴിൽ ഹിന്ദുത്വ ഫാസിസം സ്ഫടികമായി. ഫാസിസ്റ്റ് രാഷ്ട്രീയം ലക്ഷ്യമിടുന്നത് ഒരു ജനതയെ നമ്മൾ എന്നും അവർ എന്നും വേർതിരിക്കാനാണ്. ഇന്ത്യയിൽ
ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന വർഗീയ ചേരിതിരിവ് RSSും അതിന്റെ രാഷ്ട്രീയ വിഭാഗമായ BJPയും പോലുള്ള ഹിന്ദുത്വ ശക്തികളാൽ വഷളാക്കിയിട്ടുണ്ട്. 2014-ൽ മോദി അധികാരത്തിൽ വന്നതു മുതൽ അദ്ദേഹത്തിന്റെ ഭരണകൂടം ഹിന്ദു ജനസമൂഹത്തിന് ഇസ്ലാമോഫോബിക് പ്രചാരണം നൽകി. ഇത് മുസ്ലിങ്ങളെ പരസ്യമായി പൈശാചികവൽക്കരിക്കുന്നതിനും അവർക്കെതിരായ അക്രമങ്ങൾ സാധാരണമാക്കുന്നതിനും കാരണമായി. ഹിന്ദുക്കളുടെ അന്തർലീനമായ ശ്രേഷ്ഠതയിൽ ഹിന്ദുത്വ അഭിനിവേശമാണ്. ഇന്ത്യൻ സാംസ്കാരിക മന്ത്രാലയം ഇന്ത്യയിലെ വംശങ്ങളുടെ പരിശുദ്ധി കണ്ടെത്തുന്നതിന് ഒരു ജനിതക ഡാറ്റാബേസ് പോലും സ്ഥാപിക്കുന്നു. സ്വന്തം വീടുകളിൽ പ്രാർത്ഥന നടത്തിയതിന് പോലും മുസ്ലിങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പൗരത്വ ഭേദഗതി ബില്ലും നിർദ്ദിഷ്ട ദേശീയ പൗരത്വ രജിസ്റ്ററും പാസാക്കാനുള്ള നീക്കം മുസ്ലിങ്ങളെ ഇന്ത്യൻ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള മോദിയുടെ രഹസ്യ ശ്രമങ്ങളാണ്. ശുദ്ധമായ ആര്യൻ ജർമ്മൻ വംശത്തിനായി പരിശ്രമിക്കുന്ന നാസികൾ വംശീയ വിശുദ്ധിയിൽ മുഴുകി. ഹിന്ദുത്വവും ഹിന്ദു ശ്രേഷ്ഠത എന്ന ആശയത്താൽ ദഹിപ്പിക്കപ്പെടുന്നു. 1966-ൽ ഗോൾവാൾക്കർ ഹിന്ദുരക്തത്തിന്റെ ശുദ്ധി ആരോപിക്കുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇന്ന് ഇന്ത്യൻ സാംസ്കാരിക മന്ത്രാലയം ഇന്ത്യയിലെ വംശങ്ങളുടെ പരിശുദ്ധി കണ്ടെത്തുന്നതിന് അത്യാധുനിക ജനിതക ഡാറ്റാബേസ് സ്ഥാപിക്കുകയാണ്. ഫാസിസ്റ്റ് വ്യവഹാരത്തിൽ വിയോജിപ്പ് കുറ്റകരമാണ്. മോദിയുടെ ഇന്ത്യയിൽ ഏത് തലത്തിലുള്ള വിയോജിപ്പും ക്രൂരമായ ശിക്ഷയാണ് നേരിടുന്നത്. ഇത് ഫാസിസ്റ്റ് ഭരണത്തിന്റെ വ്യക്തമായ ലക്ഷണമാണ്. മോദി മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വേട്ടക്കാരനാണ്. അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ കീഴിൽ മാധ്യമ സ്വാതന്ത്ര്യവും അക്കാദമിക് സ്വാതന്ത്ര്യവും പുതിയ താഴ്ചകളിലേക്ക് കൂപ്പുകുത്തി. പല കേസുകളിലും പാർലമെന്ററി സംവാദം അടച്ചുപൂട്ടുകയും ചർച്ചകളില്ലാതെ നിയമങ്ങൾ പാസാക്കുകയും ചെയ്തു. മോദി സർക്കാരിനു കീഴിൽ പത്രസ്വാതന്ത്ര്യവും അക്കാദമിക് സ്വാതന്ത്ര്യവും പുതിയ താഴ്ചയിലേക്ക് കൂപ്പുകുത്തി. ഇന്ത്യയിലെ മോദി ആരാധനയ്ക്ക് ഹിറ്റ്ലറുടെ നേതൃത്വ ശൈലിയുമായി സാമ്യമുണ്ട്. ഡിയുടെ ചിത്രങ്ങൾ എയർ ലീഡർ എല്ലായിടത്തുമുണ്ട്. സെൻസേഷണലിസ്റ്റും പക്ഷപാതപരവുമായ ഗോഡി മാധ്യമങ്ങൾ സംസ്ഥാന മാധ്യമങ്ങളെ മാറ്റിസ്ഥാപിച്ചു. മോദി എത്ര കഠിനാധ്വാനം ചെയ്യുന്നുവെന്ന് കാണിക്കാൻ ഈ മാധ്യമങ്ങൾ ഒരിക്കലും തളരാറില്ല. പകരം അവർ ചെയ്യേണ്ടത് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ മരണത്തിന് കാരണമായ കോവിഡ് പാൻഡമിക്കിന്റെ വിനാശകരമായ കെടുകാര്യസ്ഥതയെ വിമർശിക്കുക എന്നതാണ്. ഗോഡി മാധ്യമങ്ങൾ ഉദാരവൽക്കരണത്തെ സാധാരണവൽക്കരിക്കുകയും വിദ്വേഷ പ്രസംഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, മോദിയെ എതിർക്കുന്ന ആർക്കും എതിരെ. ഫാസിസം ചരിത്രം തിരുത്തിയെഴുതുന്നു. അതിന്റെ ആശയങ്ങളെ വെല്ലുവിളിച്ചേക്കാവുന്ന സർവകലാശാലകളെയും വിദ്യാഭ്യാസ സംവിധാനങ്ങളെയും ആക്രമിച്ചുകൊണ്ട് അത് ബൗദ്ധിക വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്നു. മോദിയുടെ കീഴിൽ പ്രതിഷേധത്തിന്റെയും സാമൂഹിക മുന്നേറ്റത്തിന്റെയും അധ്യായങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവയെ മാറ്റിസ്ഥാപിക്കുന്നത് ഇസ്ലാമോഫോബിക് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രങ്ങളും ഹിന്ദുക്കളുടെ ഭൂതകാല പ്രതാപങ്ങളുടെ കഥകളുമാണ്. ഹിന്ദുത്വത്തെയോ മോദി സർക്കാരിനെയോ വിമർശിച്ചതിന് അക്കാദമിക് വിദഗ്ധരും പണ്ഡിതന്മാരും പുറത്താക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്നു. സർക്കാർ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ ഏജൻസികൾ, പ്രതിപക്ഷ പാർട്ടികളെയും വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ധൈര്യപ്പെടുന്നവരെയും ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഹിന്ദുത്വ ഫാസിസത്തെ ചെറുക്കുക. ഹിന്ദുത്വയ്ക്കെതിരായ നിലവിലെ ചെറുത്തുനിൽപ്പ് ഇടയ്ക്കിടെയും അസംഘടിതവുമാണ്. എന്നിരുന്നാലും ഹിന്ദുത്വത്തിനെതിരായ തുറന്ന ചെറുത്തുനിൽപ്പ് വിവിധ രൂപങ്ങളിലും വ്യത്യസ്ത തലങ്ങളിലും പ്രകടമാണ്. കർഷകർ, വിദ്യാർത്ഥികൾ, ബുദ്ധിജീവികൾ, മതന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി, സിവിൽ സമൂഹത്തിലെ അംഗങ്ങൾ എന്നിവരെല്ലാം മോദിയുടെ ഹിന്ദുത്വ സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് രംഗത്തിറങ്ങുകയാണ്.
ഹിന്ദുത്വ ഫാസിസത്തിനെതിരായ അദൃശ്യമായ ധിക്കാരം ഹിന്ദുത്വ അനുകൂലികൾക്കിടയിൽ പോലും സ്വകാര്യ ചർച്ചയിൽ രൂപപ്പെടുകയാണ്. ഹിന്ദുത്വ ആധിപത്യമായിരിക്കാം, പക്ഷേ അതിന്റെ ക്രമാനുഗതമായ അധഃപതനം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ മുസ്ലിം വിരുദ്ധ കലാപങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടതിന് 2005-ൽ മോദിയുടെ പ്രവേശനം അമേരിക്ക വിലക്കിയിരുന്നു. എന്നിരുന്നാലും 2014-ൽ മോദി പ്രധാനമന്ത്രിയായപ്പോൾ പാശ്ചാത്യ നേതാക്കൾ അദ്ദേഹത്തിന് ചുവന്ന പരവതാനി ട്രീറ്റ്മെന്റ് നൽകി, ഒരുപക്ഷേ ബിസിനസ് താൽപര്യങ്ങൾ വളർത്തിയെടുക്കാൻ. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഹിന്ദുത്വം ആദരവ് നേടിയപ്പോൾ അത് അതിന്റെ വക്താക്കളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുകയും ചെറുത്തുനിൽപ്പ് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ലിബറൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ മോദിയെപ്പോലുള്ള സ്വേച്ഛാധിപത്യ നേതാക്കളെ ഒറ്റപ്പെടുത്തുകയും അവരുടെ ഉദാരമായ നയങ്ങളെ അപലപിക്കുകയും വേണം. ഇന്ത്യയെപ്പോലെ മരിക്കുന്ന ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള ഒരേയൊരു മാർഗം അങ്ങനെ ചെയ്യുകയാണ്. ലോക രാഷ്ട്രീയത്തെ തൂത്തുവാരുന്ന ഇലിബറൽ തരംഗത്തെക്കുറിച്ചുള്ള ഒരു ത്രെഡിൽ നമ്പർ 24 ഈ ലേഖനം രചയിതാവിന്റെ കളുടെ വീക്ഷണങ്ങളാണ് അവതരിപ്പിക്കുന്നത്, അല്ലാതെ CPRന്റെയോ ലൂപ്പിന്റെ എഡിറ്റർമാരുടെയോ കാഴ്ചപ്പാടുകളല്ല.